നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ അനാട്ടമി പഠിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും ഓർമ്മയുണ്ടെന്നുള്ള വിശ്വാസത്തിൽ സെക്കൻഡ് ചാപ്റ്ററായ മെൻസ്ട്രൽ സൈക്കിളിലേക്ക് പോവുകയാണ്. സോ വാട്ട് ഈസ് മെൻസ്ട്രൽ സൈക്കിൾ? ഇറ്റ് ഈസ് ദ സൈക്ലിക്കൽ ബ്ലീഡിംഗ് ഫ്രം ദ female genital tract which is due to cyclical changes during the endometrium due to secretion of the ovarian hormones അല്ലേ. അതായത് ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്റ്റിൽ, പ്രത്യേകിച്ച് ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്റ്റിൽ നമ്മുടെ യൂട്രസിലെ എൻഡോമെട്രിയത്തിൽ ചില ഒവേറിയൻ ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസ് വരുമ്പോൾ അത് കാരണം കൊണ്ട് എൻഡോമെട്രിയത്തിൽ ഉണ്ടാകുന്ന ചില സൈക്ലിക്കൽ ചേഞ്ചസ് എന്തുണ്ടാവും, സൈക്ലിക്കലായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുന്നതിന് കാരണമാവും. ആൻഡ് ദാറ്റ് പ്രോസസ് വാസ് നോൺ ആസ് എന്താണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഓരോ 28 ഡേയ്സ് കഴിയുമ്പോഴും ഒവേറിയൻ ഹോർമോൺസിന്റെ സെക്രീഷനിൽ വരുന്ന ചില ചേഞ്ചസ് എൻഡോമെട്രിയത്തിൽ ചില സൈക്ലിക്കൽ ചേഞ്ചസ്, സൈക്ലിക്കൽ മീൻസ് ഇതിങ്ങനെ സൈക്കിൾ പോലെ വന്നുകൊണ്ടേയിരിക്കും. ദാറ്റ് വാസ് നോൺ ആസ് ദാറ്റ് സൈക്ലിക്കൽ ബ്ലീഡിങ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ ഫസ്റ്റ് ഡേ തൊട്ട് നെക്സ്റ്റ് മെൻസ്ട്രൽ സൈക്കിളിന്റെ ഫസ്റ്റ് ഡേ, അതാണ് നമ്മൾ ഒരു സൈക്കിളായിട്ട് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു മെൻസ്ട്രൽ സൈക്കിളിന് എത്ര ഫേസസ് ആണ് ഉള്ളത്? 4 ഫേസസ് ആണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ഫേസ് ആണ് മെൻസ്ട്രൽ ഫേസ്. മെൻസ്ട്രൽ ഫേസിൽ, അതായത് നമ്മളൊരു മെൻസസ് തുടങ്ങിയത് തൊട്ടാണ് ഇവിടെ നോക്കുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഒരു മെൻസസ് സ്റ്റാർട്ട് ചെയ്തു, ആ ഒരു മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് അടുത്ത മെൻസസ് വരെയുള്ളതാണെന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് അപ്പോൾ ഏതായിരിക്കും? മെൻസ്ട്രൽ ഫേസ് ആണ്. ഓക്കെ, സോ മെൻസ്ട്രൽ ഫേസിൽ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഇന്റർ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഓവം ഫെർട്ടിലൈസ് ആയിട്ടില്ല എങ്കിൽ മാത്രമാണ് മെൻസ്ട്രൽ ഫേസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഓവം ഫെർട്ടിലൈസ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒരു 3 to 5 days പ്രൊലോങ് ചെയ്ത് നിൽക്കുന്ന ബ്ലീഡിങ്, മെൻസ്ട്രൽ ബ്ലീഡിങ് ഒക്കർ ചെയ്യും. അതിനെയാണ് നമ്മൾ മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓവം ഫെർട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ മാത്രം നടക്കുന്ന ഒരു പ്രോസസ്സാണ്, ഒരു മാത്രം കടക്കുന്ന ഒരു ഫേസ് ആണ് മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് ദർ ഈസ് ബ്ലീഡിങ്. ആൻഡ് അപ്പോൾ അവിടെ മെൻസ്ട്രൽ ഫേസിൽ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവും. ആ ബ്ലീഡിങ് എന്ന് പറയുന്നത് എന്താണ്? യൂട്രൈൻ എൻഡോമെട്രിയം ഷെഡ് ചെയ്ത് പോകുന്നതാണ്, അതിൻ്റെ ബ്ലഡ് വെസൽസ് ഒക്കെ ഷെഡ് ചെയ്ത് പോകുന്നതാണ് നമ്മൾ മെൻസ്ട്രൽ ഫേസിൽ കാണുന്നത്. വാട്ട് ഈസ് ദ ആവറേജ് എമൗണ്ട് ഓഫ് ബ്ലഡ് ലോസ്റ്റ് ഡ്യൂറിങ് ഈച്ച് മെൻസ്ട്രൽ സൈക്കിൾ? ഒരു ലേഡിയിൽ ശരാശരി ഒരു മെൻസ്ട്രൽ സൈക്കിളിൽ എത്ര ml ബ്ലഡ് ആണ് ലോസ് ചെയ്യുന്നത്? അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 50 to 200 ml ഓഫ് ബ്ലഡ് ആണ് അതിൻ്റെ ആൻസർ. സോ അത് ഓർത്ത് വെക്കുക. ആവറേജ് ഓഫ് 50 to 200 ml ഓഫ് ബ്ലഡ് ആണ് ഓരോ മെൻസ്ട്രൽ സൈക്കിളിലും ലോസ് ചെയ്യുന്നതെന്നുള്ളത് ഓർത്ത് വെക്കുക. സോ മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുമ്പോൾ ഓവം ഫെർട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ മാത്രം കടക്കുന്ന ഒരു ഫേസ് ആണ്. അവിടെ ബ്ലീഡിങ് എന്ന് പറയുന്നത് യൂട്രൈൻ എൻഡോമെട്രിയം ഷെഡ് ചെയ്ത് പോകുന്നതാണ് നമ്മൾ ബ്ലീഡിങ് ആയിട്ട് കാണുന്നത്. അതൊരു 3 to 5 days, അതായത് ഒരു മെൻസസ് തുടങ്ങി ആദ്യത്തെ ഒരു 3 തൊട്ട് 5 ദിവസം വരെ ആ ഒരു ഫേസ് ആയിരിക്കും, മെൻസ്ട്രൽ ഫേസ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു മെൻസ്ട്രൽ ഫേസിൽ ഒരു വ്യക്തിയിൽ ഒരു വ്യക്തി മീൻസ് ഒരു വിമണിൽ 50 to 200 ml ഓഫ് ബ്ലഡ് ആണ് ലോസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ദെൻ അടുത്ത കാര്യം എൻഡോമെട്രിയത്തിലേക്ക് വരുമ്പോൾ, എൻഡോമെട്രിയത്തിൽ നമുക്കറിയാം, എൻഡോമെട്രിയത്തിൽ സ്ട്രാറ്റം ഫങ്ഷണൈൽ എന്നും സ്ട്രാറ്റം ബേസൈൽ എന്നും പറഞ്ഞിട്ട് 2 ലെയേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രാറ്റം ഫങ്ഷണൈൽ എന്ന് പറയുന്ന ഈ ഒരു ലെയറിനും സ്ട്രാറ്റം ബേസൈൽ എന്ന് പറയുന്ന ലെയറിനും രണ്ടിനും മെൻസ്ട്രൽ സൈക്കിളിൽ 2 തരത്തിലുള്ള ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ എൻഡോമെട്രിയത്തിൽ സ്ട്രാറ്റം ഫങ്ഷണൈലും സ്ട്രാറ്റം ബേസൈലും. അപ്പോൾ നമ്മൾ ഈ 2 ലെയേഴ്സിനും 2 തരത്തിലുള്ള ഫങ്ഷനാണുള്ളത്. അപ്പോൾ ഈ ഫങ്ഷണൈലിലേക്ക് വരുമ്പോൾ ഇതിനകത്ത്
ഏറ്റവും കൂടുതലുമുള്ളത് സ്പൈറൽ ആർട്ടറീസ് ആണ്. ഓക്കെ. നമ്മൾ സെക്രട്ടറി ഫേസ് പഠിച്ചിട്ടില്ല. സെക്രട്ടറി ഫേസ് വരുന്നതേ ഉള്ളൂ. സോ സെക്രട്ടറി ഫേസിലേക്ക്, അതായത് ഒരു മെൻസ്ട്രൽ സൈക്കിളിന്റെ സെക്രട്ടറി ഫേസിലേക്ക് കടക്കുമ്പോൾ അവിടെ ബ്ലഡ് വെസൽസിന് ഒരു കോൺട്രാക്ഷൻ, ഒരു കൺസ്ട്രക്ഷൻ സംഭവിക്കുന്നുണ്ട്. ആൻഡ് ആ കൺസ്ട്രക്ഷൻ സംഭവിക്കുന്നത് ഈ സ്ട്രാറ്റം ഫങ്ഷണൈൽ എന്ന് പറയുന്ന ലെയറിലുള്ള ഈ സ്പൈറൽ ആർട്ടറീസിലാണ്. ആൻഡ് അത് കാരണം, അതായത് അത് എന്തുകൊണ്ട് വാസോ കൺസ്ട്രക്ഷൻ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ PGF2 ആൽഫ എന്ന് പറയുന്ന ഒരു എൻസൈം, ഒരു കെമിക്കലിന്റെ റിലീസ് കാരണമാണ്. നമുക്കറിയാം മെൻസ്ട്രൽ സൈക്കിളിൽ ഡിസ്മെനോറിയ വരാറുണ്ട്. അതായത് മെൻസ്ട്രൽ സൈക്കിളിൽ വരുന്ന ആ ഒരു പെയിൻ വരാറുണ്ട് അവർക്ക്, ചില ആൾക്കാർക്ക്. അപ്പൊ ആ പെയിനിന് കാരണം ഈ പറഞ്ഞ PGF2 ആൽഫയാണ്. ഈ PGF2 ആൽഫ എന്ന് പറയുന്ന കെമിക്കല് എന്ത് ചെയ്യുന്നുണ്ട്, ഫങ്ഷണൈൽ എന്ന് പറയുന്ന ലെയറിന്റെ, സ്ട്രാറ്റം ഫങ്ഷണൈൽ എന്ന് പറയുന്ന ലെയറിന്റെ സ്പൈറൽ ആർട്ടറീസിൽ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാകും. സോ ഈ ബ്ലഡ് വെസൽസ് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ് നമുക്ക് എന്താ പറയുക, മെൻസസിൽ പെയിൻ ആയിട്ട് അനുഭവിക്കപ്പെടുന്നത്. സോ അതിന് കാരണമായിട്ടുള്ള കെമിക്കൽ ഏതാണ്? PGF2 ആൽഫ. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സ്ട്രാറ്റം ഫങ്ഷണൈൽ എന്ന് പറയുന്ന ലെയർ ഈസ് അണ്ടർ, അതായത് ഹോർമോൺ, അതായത് നമ്മൾ ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്റ്റിൽ ഏതൊക്കെ ഹോർമോൺസിന്റെ ഇൻഫ്ലുവൻസ് വരുന്നുണ്ടോ ആ ഹോർമോൺസിന്റെ അണ്ടർ കൺട്രോളിലാണ് ഈ ഒരു ലെയർ എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ സ്ട്രാറ്റം ബേസൈലിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഫങ്ഷണൈൽ എന്ന് പറയുന്നത് എൻഡോമെട്രിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കുന്ന ഒരു ലെയർ ആണ്. അതുകൊണ്ടാണ് മെൻസസിൽ ആ ഒരു ലെയറിന് ഇത്രയും അധികം റോൾ ഉള്ളത്. പക്ഷെ ബേസൈലിലേക്ക് വരുമ്പോൾ അത് മയോമെട്രിയോമായിട്ടാണ് കോണ്ടാക്റ്റിലിരിക്കുന്നത്. അവിടെ സപ്ലൈ ചെയ്യുന്നത് ബേസൽ ആർട്ടറീസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല, PGF2 ആൽഫ ഒന്നും റിലീസ് ചെയ്യപ്പെടുന്നില്ല. സോ വാസോ കൺസ്ട്രക്ഷനും ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് മയോമെട്രിയത്തിൽ മെൻസ്ട്രൽ സൈക്കിൾ വരുമ്പോൾ മയോമെട്രിയത്തിന് ചേഞ്ചസ് ഒന്നും സംഭവിക്കാത്തത്. ബിക്കോസ് അവിടെ വാസോ കൺസ്ട്രക്ഷൻ നടക്കാനുള്ള PGF2 ആൽഫ എന്ന കെമിക്കൽ റിലീസ് ചെയ്യപ്പെടുന്നില്ല. ആൻഡ് ദീസ് ഈസ് നോട്ട് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹോർമോണൽ കൺട്രോൾ. ഓക്കെ. അപ്പം ഈ സ്ട്രാറ്റം ഫങ്ഷണയിലാണ് നമുക്ക് മെൻസസിലെ റോള് വരുന്നത്. ഇത് ഹോർമോണൽ കൺട്രോളിലുമാണ്. മെൻസസിൽ വരുന്ന ഡിസ്മെനോറിയയ്ക്കും കാരണം ഈ പറയുന്ന ലെയറിൽ PGF2 ആൽഫ എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിലീസ് ചെയ്യപ്പെടുകയും അത് അവിടെയുള്ള സ്പൈറൽ ആർട്ടറീസിന് വാസോ കൺസ്ട്രക്ഷൻ, സെക്രട്ടറി ഫേസിൽ വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഓവുലേഷനിൽ നമുക്ക് പെയിൻ വരാനും മെൻസസിൽ ആ ഒരു ഡേറ്റ്സിൽ നമുക്ക് പെയിൻ വരാനുമുള്ള കാരണം. രണ്ടിനും കാരണം ഈ PGF2 ആൽഫ ആണെന്ന് ഓർത്തുകൊള്ളാം. ഓക്കെ. ഇനി മെൻസസിന്റെ സമയത്ത് ഈ സ്ട്രാറ്റം ഫങ്ഷണൈൽ എന്ത് സംഭവിക്കും? സ്ട്രാറ്റം ഫങ്ഷണൈൽ നെക്രോസിസ് ആയി സ്ലഫ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സ്ട്രാറ്റം ബേസൽ ആണെങ്കിൽ എന്താണ്, സ്ട്രാറ്റം ബേസൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഓരോ പ്രാവശ്യവും എൻഡോമെട്രിയം ഷെഡ് ചെയ്ത് പോയിട്ട് പിന്നെയും നമുക്ക് എൻഡോമെട്രിയം അടുത്ത സൈക്കിളിന് മുന്നായിട്ട് അത് തിക്നെസ് കൂടുന്നുണ്ട്. അതിന് കാരണം ഈ എൻഡോമെട്രിയത്തിന്റെ റീജനറേഷന് കാരണം ഏതാണ്? ഈ ബേസൈൽ എന്ന് പറയുന്ന ലെയർ ആണ്. സോ ഇത് നമ്മൾ ഇനിയുള്ള ഫേസസ് പഠിക്കുമ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ എൻഡോമെട്രിയത്തിന് 2 ലെയേഴ്സ് ഉണ്ട്. ആ 2 ലെയേഴ്സിൽ ഫങ്ഷണൈൽ എന്ന് പറയുന്ന ലെയർ ഹോർമോണൽ കൺട്രോളിലാണ്. അവിടെ വരുന്ന എന്താ പറയാ, സ്പൈറൽ ആർട്ടറീസ് ആണെന്ന് ഓർക്കുക. ആ സ്പൈറൽ ആർട്ടറീസിന് വാസോ കൺസ്ട്രക്ഷൻ സംഭവിക്കുന്നതാണ് നമ്മൾ ഓവുലേഷൻ ടൈമിൽ ഉണ്ടാവുന്ന ഓവുലേഷൻ പെയിനും മെൻസസിന്റെ സമയത്ത് ഉണ്ടാകുന്ന മെൻസ്ട്രൽ പെയിനും കാരണം ഈ വാസോ കൺസ്ട്രക്ഷൻ, സ്പൈറൽ ആർട്ടറീസിൽ ഉണ്ടാകുന്ന വാസോ കൺസ്ട്രക്ഷൻ ആണ്. അതിന് കാരണമായ കെമിക്കൽ എന്ന് പറയുന്നത് PGF2 ആൽഫ ആണെന്ന് ഓർക്കുക. ഓക്കെ. ബേസൈലിലേക്ക് വരുമ്പോൾ, ബേസൈൽ എന്ന് പറയുന്ന സ്ട്രാറ്റം ബേസൈൽ എന്ന് പറയുന്ന ലെയർ മയോമെട്രിയുമായിട്ട് കോണ്ടാക്റ്റിലിരിക്കുന്നു. അവിടെ ബേസൽ ആർട്ടറീസ് ആണുള്ളത്. അവിടെ വാസോ കൺസ്ട്രക്ഷൻ ഒന്നുമില്ല, ഹോർമോണൽ കൺട്രോൾ വരുന്നില്ല. ആ ഒരു ലെയർ ഉള്ളത് കൊണ്ടാണ് എൻഡോമെട്രിയത്തിന്റെ റീജനറേഷൻ പോസിബിൾ ആകുന്നത്. എൻഡോമെട്രിയത്തിനെ സംബന്ധിക്കുന്ന ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ഒരു ലെയറിലേക്ക് പോകാം. നെക്സ്റ്റ് ലെയർ എന്ന് പറയുന്നത് പ്രോലിഫറേറ്റീവ് ഫേസ് ആണ്. സോ പ്രോലിഫറേറ്റീവ് ഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പം മെൻസ്ട്രൽ ഫേസിൽ നമ്മൾ പഠിച്ചു എന്താണ്, എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡായി പോയി.
അതിനുശേഷം ബേസൈൽ എൻഡോമെട്രിയത്തിലുള്ള സ്ട്രാറ്റം ബേസൈലാണ് ഇത് റീജനറേറ്റ് ചെയ്യുന്നതെന്ന് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പഠിച്ചു കഴിഞ്ഞു. ഇനി പ്രോലിഫറേറ്റീവ് ഫേസിലേക്ക് വരുമ്പോൾ എന്താണ്, എൻഡോമെട്രിയൽ ലൈനിങ് റീസ്റ്റോർ ചെയ്യുന്ന ഒരു ഫേസ് ആണ് പ്രോലിഫറേറ്റീവ് ഫേസ്. അപ്പൊ ആദ്യത്തെ 5 ദിവസം മെൻസ്ട്രൽ ഫേസ് ആണെങ്കിൽ അടുത്ത 14 വരെയുള്ള ദിവസങ്ങൾ, 5 തൊട്ട് 14 വരെയുള്ള ദിവസങ്ങൾ പ്രോലിഫറേറ്റീവ് ഫേസ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഈ പ്രോലിഫറേറ്റീവ് ഫേസിൽ എന്താ സംഭവിക്കുന്നത്, എൻഡോമെട്രിയം തിന്നായി ഷെഡായി പോയി മെൻസ്ട്രൽ ഫേസിൽ. അടുത്ത് അതിന്റെ കട്ടി കൂടി, അതായത് അത് തിക്കായി വന്നിട്ട് അത് പ്രോലിഫറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് ആണ്. അതുകൊണ്ടാണ് അതിനെ പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഈ പ്രോലിഫറേഷൻ ഈ എൻഡോമെട്രിയത്തിനകത്തുള്ള ഗ്ലാൻസിലും അതിന്റെ സ്ട്രോമയിലും അതിലെ ബ്ലഡ് വെസൽസിലും അതിന്റെ സൂപ്പർഫിഷ്യൽ എപ്പിത്തീലിയത്തിലും എല്ലാത്തിലും എന്താണ് ഈ പ്രോലിഫറേഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഓൺ ദ 14th ഡേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓൺ ദ 14th ഡേ ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിൾ എൻഡോമെട്രിയസിന്റെ തിക്നെസ് എത്രയാണ്, 4 millimeter ആണ്. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് മെൻസ്ട്രൽ ഫേസിലേക്ക് വരുമ്പോൾ മെൻസ്ട്രൽ ഫേസിൽ നമ്മൾ എന്താ പഠിച്ചത്, മെൻസ്ട്രൽ ഫേസ് ആദ്യത്തെ 5 ദിവസം വരെയാണെന്നുള്ളത് ഓർത്ത് വെക്കുക. സോ അതിൽ മെൻസസിന്റെ ബ്ലീഡിങ് നടക്കുന്ന സമയമാണ്. അവിടെ എൻഡോമെട്രിയം തിന്നായി, എൻഡോമെട്രിയം ഷെഡായി പോയി. അതാണ് നമുക്ക് എൻഡോമെട്രിയം ഷെഡായി പോയി മീൻസ് അതിന്റെ ബ്ലഡ് വെസൽസിൽ നിന്നൊക്കെ പോകുന്ന ബ്ലഡാണ് നമുക്ക് ബ്ലീഡിങ് ആയിട്ട് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് എൻഡോമെട്രിയത്തിൽ 2 ലെയേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഓവുലേഷൻ പെയിനും അതുപോലെ തന്നെ മെൻസസിന്റെ സമയത്ത് ഉണ്ടാകുന്ന അബ്ഡോമിനൽ പെയിനും മെൻസ്ട്രൽ പെയിനും കാരണമായിട്ടുള്ള കെമിക്കൽ ഏതാന്ന് പറഞ്ഞു, PGF2 ആൽഫ ആണെന്ന് പറഞ്ഞു. സ്ട്രാറ്റം ഫങ്ഷണൽ എന്ന് പറയുന്ന ലെയർ ആണ് എന്തിന് കാരണമായിട്ട് വരുന്നത്, ഈ മെൻസസ് അടക്കാനും മെൻസ്ട്രൽ പെയിൻ ഉണ്ടാവാനും ഒക്കെ കാരണം ഈ സ്ട്രാറ്റം ഫങ്ഷണയിലാണ്. പിന്നെ പ്രോലിഫറേറ്റീവ് ഫേസിലെടുത്ത് ഫങ്ഷണയിലാണെന്ന് ബേസൽ എന്ന് പറയുന്ന ആ ഒരു ലെയർ ഫങ്ഷൻ ചെയ്തോളാം. അപ്പൊ എൻഡോമെട്രി ഇല്ല, അപ്പൊ മയോമെട്രിയത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ പ്രോലിഫറേറ്റീവ് ഫേസിൽ എന്ത് ചെയ്യുന്നു, എൻഡോമെട്രിയം തിക്കൻ ചെയ്യാൻ തുടങ്ങുന്നു, പ്രോലിഫറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അതിന്റെ തിക്നെസ് 14th ഡേ, ദാറ്റ് ഈസ് 5 to 14th ഡേ വരെയാണ്. അപ്പോൾ പ്രോലിഫറേറ്റീവ് ഫേസിന്റെ ലാസ്റ്റ് ഡേ എത്തുമ്പോൾ എൻഡോമെട്രിയത്തിന്റെ തിക്നെസ് 4 millimeters ആയിട്ട് മാറും. സോ അത് ഓൺ ദ 14th ഡേ അതിന്റെ തിക്നെസ് എത്രയാണെന്നുള്ളത് ഓർത്ത് വെക്കുക, 4 millimeters ആണെന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ഫേസ് ഏതാണ്, നെക്സ്റ്റ് ഫേസ് ഈസ് ഓവുലേറ്ററി ഫേസ്. അപ്പൊ മെൻസസ് കഴിഞ്ഞു, എൻഡോമെട്രിയം പ്രോലിഫറേറ്റ് ആയി, അടുത്ത ഓവുലേറ്ററി ഫേസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒരാളുടെ ഓവുലേഷൻ എന്ന് പറയുമ്പോൾ റെഗുലർ ആയിട്ട് 28 days സൈക്കിളുള്ള ഒരാളുടെ ഓവുലേഷൻ എന്ന് പറയുന്നത് 28 - 14 ആയിരിക്കും. ദാറ്റ് ഈസ് 14th ഡേയിലാണ് സംഭവിക്കുന്നത്. ഇനി 30 ഡേ മെൻസസ് ഉള്ള ഒരാൾ, അപ്പൊ നമുക്ക് എത്രയാണോ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ഡ്യൂറേഷൻ, അതിൽ നിന്ന് 14 കുറയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഓവുലേഷൻ ഡേ കിട്ടും. ഓക്കെ, -14 ആണ് എപ്പോഴും ഓവുലേഷൻ സംഭവിക്കുന്ന ദിവസം എന്ന് പറയുന്നത്. അപ്പൊ 28 ഡേ ഒരു റെഗുലർ സൈക്കിൾ, നമ്മളൊരു മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുമ്പോൾ അത് 28 days ആണ് പറയുന്നത്. 28 തൊട്ട് 35 days വരെ ആ സൈക്കിൾ ചേഞ്ച് ചെയ്യുക, അത് നോർമലാണ്. അതിനപ്പുറം വന്നാലാണ് നമ്മൾ അബ്നോർമൽ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഓവുലേഷൻ എന്ന് പറയുന്നത് 14th ഡേയിൽ ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ആ ഒരു സമയത്ത് എന്താണ്, അപ്പൊ പ്രോലിഫറേറ്റീവ് ഫേസിൽ എൻഡോമെട്രിയത്തിന്റെ തിക്കനിങ് കൂടി എൻഡോമെട്രിയം പ്രോലിഫറേറ്റ് ചെയ്യണം, ആ ഒരു നെയിമിൽ തന്നെ ഉണ്ട്. ഓവുലേറ്ററി ഫേസ് ആവുമ്പോൾ സെർവിക്കൽ മ്യൂക്കസ് സെക്രീഷൻ കൂടുവാണ്. സെർവിക്കൽ മ്യൂക്കസ് സെക്രീഷൻ കൂടി നല്ല തിന്നായിട്ടുള്ള സെക്രീഷൻ ആയിരിക്കും. അത് എന്തിനെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് എന്തെങ്കിലും തരത്തിൽ ഓവർ റിലീസ് ആവുന്ന സമയത്ത് മാത്രമേ പ്രഗ്നൻസിക്ക് പോസിബിലിറ്റി ഉള്ളൂ. ഒരു ഓവർ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 24 hours ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ എക്സിസ്റ്റ് ചെയ്യും. അതിനുശേഷം അത് എന്താ പറയുക, നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. സ്പേം ആണെങ്കിലോ അതിന്റെ ഡ്യൂറേഷൻ ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്റ്റിൽ 72 hours ആണ്. അതായത് ഒരു സ്പേം ഒരു ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 72 hours അതൊരു ഓവയെ വെയിറ്റ് ചെയ്ത് അവിടെ ഉണ്ടാവും. പക്ഷെ ഓവം എന്ന് പറയുന്നത് 24 തൊട്ട് 36 വരെയെന്ന് ചില ബുക്സിൽ പറയുന്നുണ്ട്. പക്ഷെ 24 hours ആണ് അതിന്റെ അത് നിലനിൽക്കാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇന്റർകോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പേമിന്റെ ഒരു എൻട്രിയോ ഒക്കെ അവിടെ സംഭവിച്ചാൽ മാത്രമേ പ്രഗ്നൻസി പോസിബിൾ ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ സെർവിക്കൽ മ്യൂക്കസ് സെക്രീഷൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സെർവിക്കൽ മ്യൂക്കസ് സെക്രീഷൻ കൂടുന്നതും ഇത്രയും തിന്നായിട്ടുള്ള സെക്രീഷൻ ആവുകയും ചെയ്യുന്നത്, അത് സ്പേമിന് ഈസിലി പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ,
നെക്സ്റ്റ് ഈസ് സെക്രീറ്ററി ഫേസ്. സെക്രീറ്ററി ഫേസിൽ എന്താ സംഭവിക്കുന്നത്? ഓൾസോ നോൺ ആസ് ലൂട്ടിയൽ ഫേസ് ഓർ പ്രൊജസ്റ്റേഷണൽ ഫേസ്. അത് പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്ന ഫേസ് ആണ്. ഹോർമോണൽ കൺട്രോൾ ഒക്കെ നമ്മൾ ഇനി പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ആ ഒരു ഫേസ് എന്താന്നുള്ളത് മനസ്സിലാക്കുക ആദ്യം. ഓക്കെ, അപ്പൊ ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ പ്രൊജസ്റ്റേഷണൽ ഫേസ് എന്നാണ് നമ്മൾ സെക്രീറ്ററി ഫേസിനെ പറയുന്നത്. അത് അവിടെ എന്ന് പറഞ്ഞാൽ ഇൻഡോമെട്രിയം പിന്നെയും അതിന്റെ തിക്നെസ് കൂടുന്നു, അതിന്റെ ഗ്ലാൻസിന്റെ ലെങ്ത് കൂടുന്നു, സ്പൈറൽ ആർട്ടറീസ് കൂടുതൽ കോയിൽ ആവുകയും കൂടുതൽ ഡൈലേറ്റ് ആവുകയും ചെയ്യുന്നു. സെർവിക്കൽ സെക്രീഷൻസ് ആ ഒരു ഫേസിൽ എത്തുമ്പോൾ തിക്കായിട്ട് മാറുന്നു. ആൻഡ് ടെനീഷ്യസ് ഇൻ പ്രിപ്പറേ. അപ്പോൾ സെക്രട്ടറി ഫേസ് എത്തുമ്പോൾ ഏതെങ്കിലും ഒരു സ്പേം അതിനുള്ളിലേക്ക് എന്താ പറയുക ഓവുലേറ്ററി ഫേസിൽ കടന്നിട്ടുണ്ടെങ്കിൽ അവിടെ അതിന്റെ ഫെർട്ടിലൈസേഷൻ നടന്ന് ഇംപ്ലാന്റേഷൻ നടക്കണം. അപ്പോൾ ഒരു തിന്നായിട്ടുള്ള എന്താ പറയുക ഒരു സെർവിക്കൽ സെക്രീഷൻ അതിന് ഹെൽപ്പ് ചെയ്യത്തില്ല. അപ്പൊ എന്ത് ചെയ്യും? സെർവിക്കൽ സെക്രീഷൻസ് തിക്കാവുകയും ടെനേഷ്യസ് ആവുകയും എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഇംപ്ലാന്റേഷൻ ഓഫ് ദ ഫെർട്ടിലൈസ്ഡ് ഓവം. അവിടെ ഫെർട്ടിലൈസ് ആയി നിൽക്കുന്ന ഓവത്തിനെ എന്താ പറയാ ഇംപ്ലാന്റ് ചെയ്യണമെങ്കിൽ അത്രയും ഒരു തിക്കായിട്ടുള്ള സെർവിക്കൽ സെക്രീഷൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടണം. ഓക്കെ, അപ്പൊ അതാണ് സെക്രട്ടറി ഫേസിൽ നടക്കുന്നത്. സെക്രട്ടറി ഫേസ് എന്ന് പറയുന്നത് 14 തൊട്ട് 28th ഡേ വരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെക്രട്ടറി ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓവം ഫെർട്ടിലൈസ് ചെയ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഫേസിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? അടുത്ത സൈക്കിളിന്റെ മെൻസസ് വരാൻ തുടങ്ങുകയും ഇനി ഓവം ഫെർട്ടിലൈസ് ചെയ്യപ്പെട്ടാൽ ആ ഒരു കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യുന്നുണ്ട്? പ്രഗ്നൻസിയുടെ കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറുകയും ചെയ്യും. അത് നമുക്ക് അടുത്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ സെക്രട്ടറി ഫേസിൽ എൻഡോമെട്രിയൽ തിക്കനിങ് ഫർദർ തിക്കൻ ചെയ്യുന്നു. അതുപോലെ സ്പൈറൽ ആർട്ടറീസ് ഒക്കെ ഒരുപാട് കോയിലിംഗ് കൂടുന്നു, ഡൈലേറ്റ് ആയിട്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഡൈലേറ്റ് ആയിരിക്കും? ഡൈലേറ്റ് ആയിരുന്നാൽ മാത്രമേ മെൻസസ് സംഭവിച്ചാൽ അതിന് കോൺട്രാക്ട് ചെയ്യാൻ പറ്റൂ. ബിക്കോസ് കോൺട്രാക്ട് ചെയ്താൽ മാത്രമേ അതിനുള്ളിലുള്ള എൻഡോമെട്രിയൽ എന്താ പറയുക ഈ കൊഴിഞ്ഞു പോയ എൻഡോമെട്രിയം ഒക്കെ കറക്റ്റായിട്ട് പുറത്തേക്ക് പോകണം. അത് വയറിനുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ അബ്ഡോമനുള്ളിൽ കിടക്കാൻ പാടില്ല. അപ്പൊ അതിനിങ്ങനെ കോൺട്രാക്ഷൻ സംഭവിച്ചാൽ മാത്രമേ അത് പുറത്തേക്ക് പോകൂ. അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു സ്പൈറൽ ആർട്ടറി ഡൈലേറ്റ് ആയിരുന്നാൽ മാത്രമേ ആ ഒരു ഫേസിൽ അതിനെ കോൺട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇതാണ് സെക്രീറ്ററി ഫേസിൽ നടക്കുന്നത്. ചേഞ്ചസ് എൻസ് അബൌട്ട് 28th ഡേ ഓഫ് ദ സൈക്കിൾ. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇതിൽ വരുന്ന ഹോർമോണൽ കൺട്രോൾ. അപ്പൊ നമ്മൾ മെൻസ്ട്രൽ ഫേസ് പഠിച്ചു, പ്രോലിഫറേറ്റീവ് ഫേസ് പഠിച്ചു, സെക്രട്ടറി ഫേസ് പഠിച്ചു. ഇത് രണ്ടും കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത മെൻസ്ട്രൽ സൈക്കിളിലേക്ക് കടക്കുവാണ്. അപ്പോൾ ഹോർമോണൽ കൺട്രോൾ എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ ദ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ആൻഡ് ഓവറീസ്. എവിടെയൊക്കെയുള്ളതാണ്? ഹൈപ്പോതലാമസിലുള്ള, പിറ്റ്യൂട്ടറിയിലുള്ള, ഓവറീസിലുള്ള, ഇവിടെ മൂന്നിലുമുള്ള ഹോർമോൺസിനാൽ ഹൈപ്പോതലാമസിൽ നിന്ന് ആരാണ്? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ആ ഒരു സാധനം റിലീസ് ചെയ്ത് പിറ്റ്യൂട്ടറിയിലേക്ക് എത്തണം. അപ്പോഴേ പിറ്റ്യൂട്ടറിക്ക്, അതായത് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ മീൻസ് ഗൊണാഡോട്രോപ്പിൻസ് റിലീസ് ചെയ്യപ്പെടണം എന്നുള്ള മെസ്സേജ് കൊടുക്കുന്ന ഹോർമോണാണ്. അത് ഹൈപ്പോതലാമസിൽ നിന്ന് സെക്രീറ്റ് ചെയ്ത് പിറ്റ്യൂട്ടറിയിലേക്ക് എത്തുമ്പം പിറ്റ്യൂട്ടറിക്ക് മെസ്സേജ് കിട്ടും. അപ്പൊ ഹൈപ്പോതലാമസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഗൊണാഡോട്രോപ്പിൻസ് അതായത് FSH ഉം LH ഉം റിലീസ് ചെയ്യണം എന്ന് പിറ്റ്യൂട്ടറിക്ക് മനസ്സിലാവും. പിറ്റ്യൂട്ടറി FSH ഉം LH ഉം റിലീസ് ചെയ്യുന്നു. അതിനുശേഷം FSH ഉം LH ഉം റിലീസ് ചെയ്താൽ നേരെ ഓവറീസിലേക്ക് വരുന്നു. ഇവര് രണ്ടുപേരും ഓവറീസിലെത്തുമ്പോൾ ഓവറീസിന് മനസ്സിലാവും ഹോർമോൺ റിലീസ് ചെയ്യപ്പെടണം. അപ്പൊ ഓവറിന്ന് ഏത് ഹോർമോണാണ് റിലീസ് ചെയ്യപ്പെടുന്നത്? ഈസ്ട്രജൻ റിലീസ് ചെയ്യപ്പെടുന്നു. അപ്പൊ അങ്ങനെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ഹോർമോണൽ കൺട്രോൾ എന്ന് പറയുന്നത് ഹൈപ്പോതലാമസിലും പിറ്റ്യൂട്ടറിയിലും ഓവറീസിലുമുള്ള ഹോർമോൺസ് ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഹൈപ്പോതലാമസ് GnRH റിലീസ് ചെയ്യുന്നു. അതെന്ത് ചെയ്യുന്നുണ്ട്? പിറ്റ്യൂട്ടറിയിലേക്ക് അതൊരു മെസ്സേജ് പോലെ കൊടുക്കുന്ന ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. ഗൊണാഡോട്രോപ്പിൻസ് ആയ FSH ഉം LH ഉം റിലീസ്. ഇപ്പൊ നമ്മൾ തൈറോയ്ഡ് ഹോർമോൺസ് റിലീസ് ചെയ്യപ്പെടണമെങ്കിൽ ഹൈപ്പോതലാമസിൽ നിന്ന് TSH ഇവിടെ എത്തണം, തൈറോയിഡിൽ എത്തണം. അപ്പൊ മാത്രമേ തൈറോയിഡിന് ആക്ടിവേറ്റ് ആവുന്നുള്ളൂ. അതുപോലെ GnRH എന്ത് ചെയ്യുന്നുണ്ട്? പിറ്റ്യൂട്ടറിയിലേക്ക് റിലീസ് ചെയ്യപ്പെടുമ്പോൾ പിറ്റ്യൂട്ടറിയിൽ എന്ത് ചെയ്യും? പിറ്റ്യൂട്ടറിയിൽ ഒരു സ്റ്റിമുലേറ്റ് ചെയ്ത് അത് FSH ഉം LH ഉം റിലീസ് ചെയ്യുന്നു. FSH ഉം LH ഉം ഓവറിയിൽ എത്തുന്നു. FSH എന്ത് ചെയ്യുന്നുണ്ട്? ഒവേറിയൻ ഫോളിക്കിൾസിന്റെ ഡെവലപ്മെന്റിന് സഹായിക്കുന്നു. ആൻഡ്
അതുപോലെ തന്നെ FSH ഉണ്ടെങ്കിൽ മാത്രമേ ഒവേറിയൻ ഫോളിക്കിൾസിൽ നിന്ന് ഈസ്ട്രജനും സെക്രീറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. ഓക്കെ, ഈസ്ട്രജന്റെ ഈ ഒരു ഇൻക്രീസ് ലെവൽ വരുന്നത് കാരണമാണ് പ്രോലിഫറേറ്റീവ് ഫേസിൽ അവിടെ ഉണ്ടാകുന്ന എൻഡോമെട്രിയം തിക്കനിങ് ഒക്കെ കൂടുന്നതിന് കാരണം ആരാണ്? ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ഈസ്ട്രജൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ മെൻസ്ട്രൽ സൈക്കിള് കൺട്രോൾ ചെയ്യുന്നത് ഇത്രയും ഹോർമോൺസ് ആണ്. FSHഉം LHഉം ആണ് ഗൊണാഡോട്രോപ്പിൻസ് എന്ന് പറയുന്നത്. FSHന്റെ ഫങ്ഷൻ എന്താണ്? ഒവേറിയൻ ഫോളിക്കിൾസിനെ ഡെവലപ്മെന്റിനും അതിൽ നിന്നിട്ടുള്ള ഈസ്ട്രജന്റെ സെക്രീഷനുമാണ് FSHന്റെ ഫങ്ഷൻ. ഈസ്ട്രജൻ ലെവൽ കൂടുമ്പോൾ അത് പ്രോലിഫറേറ്റീവ് ഫേസസിൽ വരുന്ന, അതായത് എൻഡോമെട്രിയൽ തിക്കനിങ് പോലുള്ള അവിടെയുള്ള ചേഞ്ചസിന് കാരണമാവുന്നത് ഈ ഒരു ഈസ്ട്രജൻ ലെവൽ ഹൈ ആകുന്നതാണ്. ഇനി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്? അപ്പം സെറം ഈസ്ട്രജൻ ലെവൽ 12th അല്ലെങ്കിൽ 13th ഡേയിൽ, അപ്പൊ ഈ 12th 13th ഡേയിൽ ഏത് ഫേസാണ് നമുക്കുള്ളത്? ഏത് ഫേസിലാണ് ഉള്ളത്? 12th to 13th പ്രോലിഫറേറ്റീവ് ഫേസ്. പ്രോലിഫറേറ്റീവ് ഫേസിൽ അപ്പൊ ഏത് ഹോർമോണാ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ഈസ്ട്രജൻ. ഈസ്ട്രജൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈസ്ട്രജന്റെ ലെവല് ഈ പ്രോലിഫറേറ്റീവ് ഫേസ് 5 to 14 ഡേയ്സ് വരെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈസ്ട്രജന്റെ ലെവല് കൂടി 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 വന്ന് 13-13ാമത്തെ ദിവസം ആകുമ്പോൾ പീക്ക് ലെവൽ എത്തുന്നു. ആ പീക്ക് ലെവൽ എത്തുമ്പോൾ അതിനെ നമ്മൾ ഈസ്ട്രജൻ സർജ് എന്ന് പറയും. അതായത് ഈസ്ട്രജൻ അമിതമായിട്ട് കൂടിക്കഴിഞ്ഞു ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഈസ്ട്രജൻ സർജ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഹൈപ്പോതലാമസിന് ഒരു എന്ത് ചെയ്യുന്നുണ്ട്? പോസിറ്റീവ് ഫീഡ്ബാക്ക് വീണ്ടും ഇവിടെ നിന്ന് പോവുകയാണ്. തിരിച്ച് ബാക്ക്വേർഡ് ഹൈപ്പോതലാമസിലേക്ക് വീണ്ടും ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് പോകുന്നു. ആ സമയത്ത് ഹൈപ്പോതലാമസ് എന്ത് ചെയ്യുന്നു? ഇനി ഒരാളെ കൂടെ റിലീസ് ചെയ്യാനില്ലേ, അയാളെ കൂടെ റിലീസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് LHനെ റിലീസ് ചെയ്യുന്നു. അങ്ങനെ LH എന്ത് ചെയ്യുന്നുണ്ട്? LH ഇൻക്രീസ് ചെയ്ത് LH സർജ്. LH എവിടെ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നത്? ഫ്രം ദ ആന്റീരിയർ പിറ്റ്യൂട്ടറി. ആൻഡ് ഇങ്ങനെ LH വരുമ്പോൾ ഈ LH സർജ് കാരണം, അതായത് LH റിലീസ് ചെയ്യപ്പെടാൻ കാരണം ആരാണ്? ഈസ്ട്രജൻ സർജ് ആണ്. ഈസ്ട്രജൻ സർജ് കാരണം LH റിലീസ് ചെയ്യപ്പെട്ടു. LH റിലീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ LH ഓവറിയിൽ വന്നിട്ട് ഓവറിയിൽ അതിന്റെ ലെവൽ കൂടി 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 ഓവറീസിനെ റപ്ചർ ചെയ്ത് ഓവറീസിനകത്തുള്ള ഓവ പുറത്തേക്ക് വരും. അതാണ് 14th ഡേയിൽ നമുക്ക് ഓവുലേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, 12th ഡേയിൽ 13th ഡേയിൽ ഈസ്ട്രജൻ സർജ് സംഭവിക്കുകയും അത് LH സർജിന് കാരണമാവുകയും LH ഓവറീസിൽ വന്നിട്ട് എന്തിന് കാരണമാവും? റപ്ചർ ഓഫ് മെച്വർ ഗ്രാഫിയൻ ഫോളിക്കിൾസ് ടു കോസ് വാട്ട്? ഓവുലേഷൻ. അങ്ങനെ ഓവുലേഷൻ സംഭവിക്കുമ്പോൾ അവിടെ FSHന്റെയും LHന്റെയും ഡ്യൂട്ടി ഏകദേശം കഴിഞ്ഞു. ഓക്കെ, അപ്പൊ LHഉം FSHഉം അവരുടെ ഫങ്ഷൻസ് എല്ലാം കഴിഞ്ഞ് അവര് റിലാക്സ് ആയി, അവര് ഡിക്രീസ് ആവുകയാണ് അടുത്ത്. ഓക്കെ, ഓവുലേഷന് ശേഷം ഇവർ രണ്ടുപേരും ഡിക്രീസ് ചെയ്യും, അവരുടെ ഫങ്ഷൻ അവിടെ കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താ സംഭവിക്കുന്നത്? ഇനി ഈ റപ്ചേർഡ് ഫോളിക്കിൾസിൽ നിന്ന്, അതായത് ഫോളിക്കിൾസ് റപ്ചറായി അവിടെ നിന്ന് ഓവർ റിലീസായി, അതാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. ആ റപ്ചർ ആയ ഫോളിക്കിളിൽ നിന്ന് ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതാരാണ്? പ്രൊജസ്റ്ററോൺ. അപ്പം സെക്രട്ടറി പ്രോലിഫറേറ്റീവ് ഫേസിൽ, അതായത് പ്രോലിഫറേറ്റീവ് ഫേസിൽ നമുക്ക് ഏതൊക്കെ ഹോർമോൺ, പ്രോലിഫറേറ്റീവ് ഫേസിൽ തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ ഈസ്ട്രജനും FSHഉം LHഉം റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈസ്ട്രജൻ അവിടെ LH ലാസ്റ്റ് സ്റ്റേജിലാണ് പ്രോലിഫറേറ്റീവ് ഫേസിൽ വരുന്നത്. ഓക്കെ, ഇനി LHഉം FSHഉം അതിന്റെ ഫങ്ഷൻ കഴിഞ്ഞ് സെക്രട്ടറി ഫേസിലേക്ക് കടക്കുമ്പോൾ സെക്രട്ടറി ഫേസിൽ നമുക്ക് റപ്ചേർഡ്, സെക്രട്ടറി ഫേസിൽ LH FSHഉം ലെവൽ കുറവാണ്, അവിടെ പ്രൊജസ്ട്രോൺ ആണ്. ഓക്കെ, പ്രൊജസ്ട്രോൺ ആണ് എന്ത് ചെയ്യുന്നത്? സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഈ പ്രൊജസ്റ്ററോൺ ആണ് സെക്രട്ടറി ഫേസിലുള്ള പ്രധാനപ്പെട്ട എല്ലാ തരം ചേഞ്ചസിനും കാരണം ഈ പ്രൊജസ്റ്ററോൺ ആണ്. ഓക്കെ, ഇപ്പം ഒരു സ്പേം എൻ്റർ ചെയ്ത് അവിടെ ഒരു പ്രഗ്നൻസി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കോർപ്പസ് ലൂട്ടിയം അവിടെ പെർസിസ്റ്റ് ചെയ്യുകയും അതെന്ത് ചെയ്യുന്നുണ്ട്? പ്രൊജസ്ട്രോണും ഈസ്ട്രജനും കണ്ടിന്യൂസ് സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു.
ഓക്കെ. പക്ഷേ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല എങ്കിൽ കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യുന്നുണ്ട്? ചുരുങ്ങി, 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 ചുരുങ്ങി കോർപ്പസ് ആൽബിക്കൻസ് ആയിട്ട് മാറുകയും, അതായത് ചുരുങ്ങി, ചുരുങ്ങി, ചുരുങ്ങി ഈ കോർപ്പസ് ലൂട്ടിയം ഓഫ് മെൻസ്ട്രേഷൻ ആണ് കോർപ്പസ് ആൽബിക്കൻസ് എന്ന് പറയുന്നത്. കോർപ്പസ് ആൽബിക്കൻസ് ആയിട്ട് മാറുകയും സെറം ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ലെവല് കുറയുകയും, അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? മെൻസ്ട്രൽ ബ്ലീഡിങ്, അതായത് മെൻസ്ട്രൽ ബ്ലീഡിങ് സംഭവിക്കുന്നത് ഈസ്ട്രജനിലും പ്രൊജസ്ട്രോണിലും ഉള്ള ലെവൽസിന്റെ വ്യത്യാസം. ഇവ കുറഞ്ഞു കഴിഞ്ഞാൽ ബ്ലീഡിങ് സംഭവിക്കും, ഇവ കൂടി നിന്ന ബ്ലീഡിങ് സംഭവിക്കില്ല, മെൻസസ് സംഭവിക്കില്ല. അറ്റ് ദാറ്റ് ടൈം പ്രഗ്നൻസി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മറ്റ് കാരണങ്ങൾ കൊണ്ട് ഇത് കുറയാൻ നിൽക്കും. ചിലപ്പോൾ ഫീമെയിൽ ജെനറ്റിൽ ട്രാക്റ്റിലുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടും ഇത്, ഇപ്പൊ PCOD അത് ഇറഗുലർ മെൻസസ് ആണ്. കാരണം അവിടെ ഓവർ റിലീസ് ചെയ്യപ്പെടുന്നത് കറക്റ്റ് ടൈമിലല്ല. അപ്പൊ അത് എങ്ങനെയാണോ റിലീസ് ചെയ്യപ്പെടുന്നത് അതിനനുസരിച്ച് ബാക്കി ഫേസസിലോട്ട് എൻ്റർ ചെയ്യുന്നുള്ളൂ. അപ്പൊ അത്രയും പ്രൊലോങ്ഡ് ആയി പോവും. എന്താണ് നമ്മൾ PCOD പോലുള്ള കണ്ടീഷൻസിലൊക്കെ. ഓക്കെ, ഈ ഒരു മെൻസസ് ആവാൻ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാരണങ്ങളാണ് ഉണ്ടാവാം. അതർവൈസ് പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലെവൽ കുറയാതെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ, ഇപ്പം 3 മാസത്തോളം ഒക്കെ ഈ പറഞ്ഞ പ്രൊജസ്ട്രോണിന്റെ ലെവൽ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രഗ്നൻസിയിൽ ഹൈപ്പർ എമിസിസ് ഗ്രവിഡേറം പോലുള്ള, അതായത് വോമിറ്റിംഗ് ഇൻ പ്രഗ്നൻസി ഒക്കെ ഉണ്ടാകുന്നത്. അതൊരു എക്സാക്ട് കോസ് അൺനോൺ ആണ്, പക്ഷെ പഠനങ്ങൾ പറയുന്നത് പ്രൊജസ്ട്രോൺ കാരണം ആണ് എന്നാണ്. അപ്പൊ ഇതാണ് ഹോർമോണൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ഹോർമോണൽ ചേഞ്ചസ് നമുക്ക് ഇതാണ്.